എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT എന്നിങ്ങനെയുള്ള വിവിധ കോഴ്സുകളിൽ നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കും അതുപോലെ തന്നെ പുതുതായിട്ട് അനുവദിച്ചിട്ടുള്ള കോളേജുകളിലെ സീറ്റുകളിലേക്കുമുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ജനുവരി 31 ഉച്ചയ്ക്ക് 3 മണി വരെ ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു നാളെ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. അതിനുശേഷം നാളെ തന്നെ വൈകുന്നേരം ഏകദേശം ഒരു രാത്രിയോടെ തന്നെ റിസൾട്ടും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അവസാനഘട്ട ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ നാളെ വൈകുന്നേരം 3 മണി വരെ ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കോളേജുകളിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിലവിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ, അതായത് ഗവൺമെൻറ് കോളേജ് ഒഴികെയുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട്, അതായത് സ്വാശ്രയ കോളേജ്, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ നൽകുന്നതിനായിട്ട്, അതായത് ഓപ്ഷൻ നൽകുന്ന സമയത്ത് തന്നെ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചില കോളേജുകൾ NOC LBS വഴി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കോളേജിൻ്റെ ഒരു കോഡ് കാണാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ വീണ്ടും NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അതേസമയം കോളേജ് സാധാരണഗതിയിൽ ഇഷ്യൂ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ NOC കോളേജിൽ നിന്ന് PDF രൂപത്തിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ അത് PDF രൂപത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അത് PDF രൂപത്തിലാക്കിയിട്ടോ അത് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കോളേജ് NOC ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അതായത് ഈ ഒരു ഓപ്ഷനുകൾ നൽകിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ മാത്രമേ ഓപ്ഷനുകൾ നൽകാൻ പാടുള്ളൂ. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഇപ്പോൾ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് തന്നെ മതിയാകും, പിന്നീട് വേറൊരു സീറ്റ് കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയ സീറ്റ് തന്നെ മതിയെന്ന് പല വിദ്യാർത്ഥികളും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ മാത്രം കോളേജുകൾ കോഴ്സുകൾ ഓപ്ഷൻസായിട്ട് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് അതായത് ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ കാണാം, അതായത് ഒരു പച്ച ബട്ടൺ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ, അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ കോഴ്സുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നേരത്തെ പറഞ്ഞതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകി സെലക്ട് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇനി അതേസമയം ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതേസമയം ചില കോളേജിൽ LBS വഴി NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ അതായത് ഗവൺമെൻറ് കോളേജൊക്കെ ആണെങ്കിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാകും. അതേസമയം സെൽഫ് ഫിനാൻസ് ആണെങ്കിലും ചില കോളേജിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങൾക്ക് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അതിനുശേഷം നിങ്ങൾ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ടഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജ് കോഴ്സ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നാളെ, അതായത് ജനുവരി 31 വൈകുന്നേരം 3 മണി വരെ അതായത് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാളെ തന്നെ ഇതിൻ്റെ റിസൾട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു തവണ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് എഡിറ്റ് ചെയ്യാൻ സാധാരണ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പിലൂടെ തന്നെ രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ഓപ്ഷൻ പേജിൽ പോയി നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ റിമൂവ് ചെയ്യുകയോ ഏതെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുകയോ ചെയ്യാം. നിങ്ങൾ ഏത് തരത്തിലുള്ള എഡിറ്റിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും നിങ്ങൾ സേവിൽ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങളുടെ സെലക്ടഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് ഓപ്ഷൻസ് നൽകിയത് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അതായത് ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് നൽകുക. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം ആദ്യം കിട്ടിയ സീറ്റ് തന്നെ മതിയെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ നൽകാതിരിക്കുക. അതേസമയം ആദ്യം കിട്ടിയ സീറ്റ് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പുതുതായിട്ട് ഏതാണ് താല്പര്യമുള്ള കോളേജ് കോഴ്സ് എന്നതനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. കാരണം ഇത് ലാസ്റ്റ് ഘട്ട അലോട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പത്രക്കുറിപ്പ് പ്രകാരം
ഈ ഒരു പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പുതുതായിട്ട് അനുവദിച്ച കോളേജുകളിലെ സീറ്റുകളിലേക്കുമുള്ള അവസാനഘട്ട ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2025 ജനുവരി 31, അതായത് നാളെയാണ്. അപ്പോൾ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് 2024-25 വർഷത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ ഒഴിവുള്ള സീറ്റിലേക്കും അതുപോലെ തന്നെ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ കോളേജുകളിലെ സീറ്റുകളിലേക്കുമുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ അലോട്ട്മെൻറ്റും നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് റാങ്ക് ലിസ്റ്റ്, അത് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ ഒരു അപേക്ഷ നൽകിയ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉള്ളതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകർ പുതുതായിട്ട് കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് LBS വെബ്സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് ജനുവരി 30 മുതൽ, അതായത് ഇന്ന് മുതൽ ജനുവരി 31 ഉച്ചയ്ക്ക് 2 മണി വരെ, അതായത് 2 മണി വരെയാണ്. അപ്പോൾ 2 മണി വരെ ഓപ്ഷൻ നൽകേണ്ടതാണ്. മുൻപ് സമർപ്പിച്ച ഓപ്ഷനുകൾ പരിഗണിക്കില്ല. മുൻ അലോട്ട്മെൻറ്റിൽ വഴി നിങ്ങൾ പ്രവേശനം ലഭിച്ചവർ നിർബന്ധമായിട്ടും ഈ ഒരു പുതിയ തീയതിയിലുള്ള NOC സർട്ടിഫിക്കറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യണം. ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടുള്ള അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ 2025 ജനുവരി 31 പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.